കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ ലിവറിന് താഴെയായി ചെറിയ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ അവയവമുണ്ട്, പിത്താശയം. പിത്താശയത്തിൽ സാധാരണ ചില കല്ലുകൾ രൂപപ്പെടുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ആൻഡ് ഓൾസോ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി രാകേഷാണ്. മാം, വെൽക്കം. മാം, ഞാനിപ്പോൾ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു കുഞ്ഞ് അവയവമാണ് ഈ പിത്താശയം എന്ന് പറയുന്നത്, നമ്മളെ ലിവറിനോട് ചേർന്ന് നിൽക്കുന്നത്. ഈ പിത്താശയത്തിൽ അല്ലെങ്കിൽ ആ പിത്താശയ സഞ്ചിയുള്ള അതിൻ്റെ ഫങ്ഷൻ എന്താണ്? പിത്താശയത്തിൻ്റെ ഫങ്ഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ പിത്തം ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതായത് ലിവറിന് ഈ നമ്മളുടെ ഈ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷനും കൂടാതെ അതിൻ്റെ ആകിരണത്തിനും സഹായകമാവുന്ന ഈ ബൈൽ അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറിനാണ്. ലിവറിന് ഇത് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പിത്തക്കുഴലുകൾ വഴി ഇത് സ്റ്റോറേജ്, ഇത് ടെമ്പററി ഒരു സ്റ്റോറേജ് ഓർഗനാണ് നമ്മുടെ പിത്തസഞ്ചി. പിത്തസഞ്ചിയിലേക്ക് ഇത് ഈ ബൈലെത്തുകയും അത് ടെമ്പററി അവിടെ സ്റ്റോർ ചെയ്യുകയും പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യാനുസരണം ഈ പിത്തരസം പിത്തസഞ്ചിയിൽ നിന്ന് ഡുവോഡിനം, അതായത് ആമാശയം കഴിഞ്ഞിട്ടുള്ള കുടലിൻ്റെ ഭാഗത്തേക്ക് അത് വന്നു ചേരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡായിട്ട് ഇത് മിക്സ് ആയിട്ട് അതിൻ്റെ ഡൈജഷനും അതിൻ്റെ അബ്സോർപ്ഷനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇതൊരു സ്റ്റോറേജ് ഓർഗനാണ്. ഓക്കെ. അപ്പോൾ പിത്താശയം ഇപ്പം മറ്റ് ശരീരത്തിലെ മറ്റ് അവയവം പോലെ പിത്താശയ സഞ്ചിക്കും ആ ഓർഗന് ഒരു മുഖ്യമായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ശരീരത്തിൻ്റെ മറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നതിനേക്കുള്ള. കോൺട്രിബ്യൂഷൻ ഉണ്ട് ഡെഫിനറ്റ് ആയിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ പിത്തരസം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ഈ ഓർഗൻ സഹായിക്കുന്നു. ഓക്കെ. ഇപ്പം നമ്മൾ പിന്നെ പിത്തസഞ്ചിയിലെ കല്ല്, ഗോൾഡ് സ്റ്റോൺ എന്നൊക്കെ പറയാം, നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം സർവ്വസാധാരണമായിട്ട് പലപ്പോഴും അങ്ങനെ ഒരു കേസ് കാണുന്നുണ്ട്. അങ്ങനെ ഒരു കല്ല് രൂപപ്പെടാനുള്ളൊരു കാരണം എന്തായിരിക്കും? സാധാരണഗതിയിൽ രണ്ട് തരം സ്റ്റോൺസാണ് നമുക്ക് ഈ പിത്ത സഞ്ചിയിൽ കാണപ്പെടാറ്. ഒന്ന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കൊളസ്ട്രോൾ സ്റ്റോൺസ്. അത് ഈ പറഞ്ഞ നമ്മളുടെ ആ ഒരു ഭക്ഷണക്രമങ്ങളും നമ്മുടെ ഡയറ്റിൻ്റെ ഒരു പ്രശ്നങ്ങളും കാരണം ഈ അമിതമായിട്ട് കൊളസ്ട്രോൾ കണ്ടൻറ്റ്, ബൈലിലുള്ള കൊളസ്ട്രോൾ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് അത് ക്രിസ്റ്റലൈസ് ചെയ്യും. അതായത് കൊളസ്ട്രോളിൻ്റെ അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഈ ബൈലിൽ കൂടുന്ന സമയത്ത് അത് ക്രിസ്റ്റലൈസ് ചെയ്ത് സ്റ്റോൺ ഫോം ചെയ്യുന്ന സമയത്താണ് ഈ കൊളസ്ട്രോൾ സ്റ്റോൺസ് ഉണ്ടാകുന്നത്. അതായത് ഹൈ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻറ്റിന് പ്രത്യേകിച്ചിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. അതെ. അത് കൂടുതലായിട്ടും പറയുന്നത് FFFF, അതൊരു 4 F ആണ് അതിൽ പറയുന്നത്. ഫാറ്റി, ഫെർട്ടൈൽ, ഫീമെയിൽ, 40. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കോമൺലി വരുന്നത് ഒരു ആഫ്റ്റർ 40s. യൂഷ്വലി ഫീമെയിൽ, അത് ഫീമെയിൽസിൻ്റെ സ്ത്രീകളുടെ ആ ഒരു ഹോർമോൺ ഇതുമായിട്ട് അതിന് കുറച്ചൊരു ബന്ധമുണ്ട്. അത് പിന്നെ ഒരു ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ, വീണ്ടും അത് ആ ഒരു ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഫാറ്റി ആയിട്ടുള്ള, അതായത് ഒബീസ് ആയിട്ടുള്ള. സ്വാഭാവികമായിട്ടും ഒബീസിറ്റി എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ ആ ഒരു എല്ലാ റിസ്ക് ഫാക്ടേഴ്സും അതിൽ വന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഡയറ്റും ഉൾപ്പെടുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സും, അതായത് അമിതമായിട്ടും നമ്മുടെ ശരീരത്തിൽ കാലറീസ് കൂടുകയും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുകയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ കൂടെ ഉണ്ടാകുന്ന ഈ ഒരു ഹൈ കൊളസ്ട്രോൾ കണ്ടന്റ് ഇൻ ബൈൽ, അതാണ് ഈ ഒരു കൊളസ്ട്രോൾ സ്റ്റോൺസിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. രണ്ടാമത്തെ കല്ലെന്ന് പറയുന്നത് അതൊരു പിഗ്മെന്റ് സ്റ്റോൺസ് ആണ്. അത് യൂഷ്വലി കുറച്ചും കൂടി റെയറാണ്. അത് സാധാരണഗതിയിൽ ഹീമോലൈസിസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്, രക്തത്തിലുള്ള കുറച്ച് കണ്ടീഷൻസ്. ഉദാഹരണത്തിന് തലസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഇതുപോലുള്ള ഹീമോലൈറ്റിക് കണ്ടീഷൻസിൽ വരുന്ന ഒരു സ്റ്റോൺസ് ആണ് ഈ ഒരു പിഗ്മെന്റ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അത് റെയറാണ്, അത് യങ്ങർ ഏജ് ഗ്രൂപ്പിലും കാണാവുന്നതാണ്. ഓക്കെ. ഇത്തരത്തിൽ കല്ല് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിത്താശയത്തിൽ, പിത്തസഞ്ചിയിൽ ഇത്തരത്തിലുള്ള കല്ല് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് കാണിക്കുന്ന സിംറ്റംസ് എന്തായിരിക്കും? മോസ്റ്റ്ലി കൂടുതലും ഇതൊരു അസിംറ്റമാറ്റിക്, അതായത് ലക്ഷണങ്ങളൊന്നും പുറത്ത് കാണിക്കാതെയാണ് ഈ കല്ലുകൾ ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഇത് കണ്ടെത്തുന്നത് തന്നെ വേറെ എന്തെങ്കിലും കാരണത്തിനോ ഈ ഒരു സാധാരണ നമ്മുടെ റൂട്ടീൻ അൾട്രാസൗണ്ട്, അബ്ഡമിനൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. അത് ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആയിട്ടാണ് വരാറ്. കൂടുതലും ശതമാനം ആൾക്കാർക്ക് അങ്ങനെയാണ്. ഇനി ഇത് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ഇത് സിംറ്റമാറ്റിക്, ഇതിന് പ്രത്യേക ചില സിംറ്റംസ് വന്നു തുടങ്ങുന്നു. സിംറ്റംസ് പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന
അതായത് വയറിൻ്റെ വലതുവശത്ത് കുറച്ച് മുകളിലായിട്ടുണ്ടാകുന്ന ഒരു കുറച്ചൊരു സിവിയർ ആയിട്ടുള്ള ഒരു കോളിക്കി ടൈപ്പ് ഒരു വേദന. അതായത് നെഞ്ചിൻ്റെ തൊട്ട് താഴെ ലിവർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിന് തൊട്ട് താഴെയായിട്ട് ആ ഒരു വശത്ത് ഈ ഒരു വേദന അനുഭവപ്പെടുന്നു. ഈ വേദന കൂടുതലും ഭക്ഷണം നമ്മൾ പ്രത്യേകിച്ചും ഒരു ഫാറ്റി മീല് അങ്ങനെ ഒരു കഴിച്ചതിന് ശേഷമാണ് ഇത് കൂടുതലായിട്ടും കാണുക. കൂടാതെ ഇതിൻ്റെ ഒരു കല്ല് അവിടെ പിത്തസഞ്ചിയിൽ നിൽക്കുന്നത് കാരണം ഇൻഫെക്ഷനും അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസിന് സാധ്യതയുണ്ട്. ആ ഇൻഫെക്ഷനോ കോംപ്ലിക്കേഷൻസോ കാരണം അതിൻ്റെതായിട്ടുള്ള കുറച്ച് സിംറ്റംസ് ലക്ഷണങ്ങളും കാണിക്കുന്നു. ഓക്കെ, ഡോക്ടർ, സാധാരണ ഇത്തരത്തിലുള്ള സിംറ്റംസ് അതിന് ഏർലി സ്റ്റേജിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിക്കുന്നത്. ഏതൊരു രോഗത്തിനും ചില സിംറ്റംസ് നമ്മളിപ്പോൾ അത് ഏർലി സ്റ്റേജിൽ കണ്ടെത്താൻ പറ്റാതെ ഇരിക്കുകയും പിന്നീട് ഇതുപോലുള്ള പെയിനിലേക്ക് എത്തിയ ശേഷം മാത്രം ഈ സിംറ്റംസ് തിരിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലുണ്ടാവും. അങ്ങനെയല്ല, ഇത് യൂഷ്വലി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് രീതിയിൽ നോക്കുകയാണെങ്കിൽ അസിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ്, അതായത് ലക്ഷണങ്ങൾ അധികം സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ഗോൾ സ്റ്റോൺസിന് പ്രത്യേകിച്ച് ചികിത്സയ്ക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു പരിധി കൂടുതൽ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഗോൾ സ്റ്റോൺസ്, സിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ് ആണ് സാധാരണഗതിയിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ചികിത്സിക്കേണ്ടി വരാറ്. അതെ, അതിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പിത്താശയത്തിലെ കല്ല് നമുക്ക് പിന്നീട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? അതൊന്നാമത് ബിലിയറി കോളിക്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു വേദന, ബിലിയറി കോളിക് ആയിട്ടുള്ള ഒരു വേദന വയറിൻ്റെ വലതുവശത്തായിട്ട്. രണ്ടാമതായിട്ട് കാണുന്നത് ഇൻഫെക്ഷൻ വരുന്നത്, കോളിസിസ്റ്റൈറ്റിസ്, അതായത് പിത്തസഞ്ചിയിൽ നീര് കെട്ടി വീക്കം വന്നിട്ട് അതിൽ ഇൻഫെക്ഷൻ വരുന്നു. അതാണ് രണ്ടാമത്. അത് അക്യൂട്ടായിട്ട് ഒരു പെട്ടെന്നൊരു പ്രസൻറ്റേഷൻ വരാം, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അത് ക്രോണിക് പ്രസൻറ്റേഷനും ആവാം. ഇതുകൂടാതെ ഈ കല്ലുകൾ ആ പിത്തസഞ്ചിനെ ബ്ലോക്ക് ചെയ്തിട്ട് പിത്തസഞ്ചിയിൽ നീർക്കെട്ട് മ്യൂക്കോസിയിൽ വരാം. കൂടാതെ ഇത് താഴേക്ക് ഇറങ്ങിയിട്ട് അത് പ്രധാന പിത്തക്കുഴലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രധാന പിത്തക്കുഴലിൽ ഈ കല്ലിരിക്കുന്ന സമയത്ത് അവിടെ ഇൻഫെക്ഷൻ വന്നിട്ട് അത് പെട്ടെന്നൊരു സെപ്റ്റിക് ഒരു അവസ്ഥയിലേക്ക് രോഗി മാറാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ താഴേക്ക് വരുന്ന സമയത്ത് വീണ്ടും ബ്ലോക്ക് വന്നിട്ട് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ നാളിയും അതിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പാൻക്രിയാസിലേക്കും ഈ വീക്കവും ഈ നീർക്കെട്ടും ഇൻഫെക്ഷനും ബാധിക്കാനും പാൻക്രിയാറ്റൈറ്റിസ് എന്നുള്ള ഒരു രോഗാവസ്ഥയിലേക്കും ഇത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതാണ് സാധാരണ രീതിയിൽ ഇതിൻ്റെ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇത് ഡോക്ടർ കൂടുതലും ഫീമെയിലിൽ, അതായത് നേരത്തെ പറഞ്ഞ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികളിൽ ഇത് കാണാറുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ചെറുപ്രായത്തിൽ കാണുന്നത് പിഗ്മെന്റ് സ്റ്റോൺസ് ആണ്. അത് ഹീമോലൈറ്റിക് കണ്ടീഷൻസ് അങ്ങനത്തെ നമ്മൾ പ്രസൻറ്റേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഈ ഹീമോലൈറ്റിക് കണ്ടീഷൻസ് കുട്ടിക്കില്ല എന്നുള്ളതാണ് നമ്മളത് ഒഴിവാക്കേണ്ടത്. ഓക്കെ, ഇപ്പം മെയിൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മെയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പറഞ്ഞതുപോലെ നേരത്തെ ലിവറിന് തൊട്ട് താഴെ വയറിൻ്റെ വലതുഭാഗത്തായിട്ട് നല്ല പെയിൻ ഉണ്ടാകും, ചിലപ്പോൾ സിവിയർ പെയിനും ഉണ്ടാകാറുണ്ട്. അത് മെയിലിലേക്ക് നമ്മൾ വരികയാണെങ്കിലും അവിടെയും ഈ ഒരു പോസിബിലിറ്റി നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി മെയിലിന് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ഇപ്പോൾ ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെ ഒരു ഹൈ കൊളസ്ട്രോൾ കണ്ടന്റ് വരുവാണെങ്കിൽ സ്വാഭാവികമായും ഒബിസിറ്റി റിലേറ്റഡ് ആയിട്ട് ഈ ഒരു പിത്താശയത്തിൽ കല്ല് രൂപപ്പെടാനുള്ള സാധ്യത മെയിൽസിനും ഉണ്ട്. പക്ഷേ താരതമ്യേന ഫീമെയിൽ ജെൻഡറിനാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമല്ലോ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കും? ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം അത് വരുന്നതിന് മുമ്പേ ഏതൊക്കെ കല്ലുകൾ നമ്മൾ ചികിത്സിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇൻഡിക്കേഷൻസ്, അതായത് ഈ കല്ലുകൾ സിംറ്റംസ് വരുന്ന സിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ്, അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇൻഡിക്കേഷൻ. അല്ലെങ്കിൽ വേറെ കുറച്ച് റിലേറ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റോണിൻ്റെ സൈസ് ഒരു 3 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിയ സ്റ്റോൺ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യും. അതുകൂടാതെ പ്രധാന പിത്തക്കുഴലിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ CBD, കോമൺ ബൈൽ ഡക്റ്റിലേക്ക് ഈ സ്റ്റോണ് അതിൻ്റെ ഒരു പൊസിഷൻ, അതിൻ്റെ ലൊക്കേഷൻ അവിടെയാണെങ്കിൽ വീണ്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയണം.
അതുകൂടാതെ കോളിസിസ്റ്റൈറ്റിസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും പിത്തസഞ്ചിയിലോ ആ പിത്തനാളിയിലോ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ഗോൾസ്റ്റോണിന് ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ മെഡിസിൻ ഇപ്പോൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ മെഡിസിനായിട്ടും അല്ലാതെ മറ്റ് പ്രൊസീജിയറിലേക്ക് പോയി ഏതൊക്കെ പ്രൊസീജിയറാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നത്? ഇതിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഇൻഫെക്ഷൻ, ഈ ഗോൾ സ്റ്റോൺസ് കാരണം വരുന്ന ഇൻഫെക്ഷൻ, അതായത് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സും അങ്ങനെ ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റാണ് നമ്മൾ സാധാരണ ആദ്യം കൊടുക്കാറ്. മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുക്കുന്നത് ഈ പിത്തക്കല്ലുകൾ ഉരുക്കി കളയാനോ ആ രീതിയിലല്ല, ഈ ഒരു ഇൻഫെക്ഷൻ നമ്മൾ അത് പരമാവധി അതിൻ്റെ സ്പ്രെഡ് ലിമിറ്റ് ചെയ്യാനും ഈ ഒരു ഇൻഫെക്ഷൻ താൽക്കാലികമായി കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ഇൻ്റർവെൽ കോളിസിസ്റ്റക്ടമി ഒരു 4 മുതൽ 6 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പിത്തസഞ്ചി റിമൂവ് ചെയ്യുന്ന കോളിസിസ്റ്റക്ടമി, ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ആണ് ഇതിൻ്റെ ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് പിത്തസഞ്ചി റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരിക എന്നുള്ളത് അതൊരു ക്രോണിക് സ്റ്റേജിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അത്? അല്ല, എല്ലാത്തിനും പിത്തസഞ്ചിയിൽ ഗോൾ സ്റ്റോൺസ് നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത് പിത്തസഞ്ചി ആസ് സച്ച്, ആ കോളിസിസ്റ്റക്ടമി ആസ് സച്ച് അത് മുഴുവനായിട്ടും അത് റിമൂവ് ചെയ്യുക ചെയ്യുക. നമുക്ക് കല്ലുകൾ മാത്രം, കിഡ്നിയിലുള്ള പോലെ നമുക്ക് കല്ലുകൾ മാത്രം ഓരോന്നോരോന്നായിട്ട് പൊടിച്ച് ആ ഒരു ഓപ്ഷൻ ഇതിലില്ല. നമ്മളെ പിത്തസഞ്ചിയാണ്, പിത്തസഞ്ചിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് ഈ പിത്തസഞ്ചിയിൽ കല്ല് രൂപപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പത്തോളജി, ആ ഒരു പ്രോബ്ലം ബാധിച്ച ആ ഓർഗനാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഓർഗൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ലൈഫ് സ്റ്റൈലിന് ബാധിക്കുക, അല്ലെങ്കിൽ അത് പിന്നീട് അതായത് നമ്മൾ ഈ പിത്തസഞ്ചി റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ആ ബയലിൻ്റെ ഫോർമേഷനോ അല്ലെങ്കിൽ പിത്തരസത്തിൻ്റെ ഉൽപാദനത്തിനോ അതൊന്നും ഒരു പ്രോബ്ലം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് വലിയൊരു ജീവിതശൈലിയിലോ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനോ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു സിംറ്റംസോ ഒരു ബുദ്ധിമുട്ടുകളോ കോളിസിസ്റ്റക്ടമി ചെയ്യുന്നത് കൊണ്ട് വരുന്നില്ല. ഓക്കെ, നമ്മളിപ്പം ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റിൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടും ഇത് ഈ തരത്തിലുള്ള കല്ല് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ? മെഡിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ ഒരു ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ മാത്രമേ ഈ മെഡിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതായത് കല്ല് റിമൂവ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ മെഡിക്കൽ, അങ്ങനത്തെ ഒരു ആ ഒരു ചികിത്സാ രീതി അല്ല ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഡോക്ടർ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, ജീവിതശൈലിയെക്കുറിച്ച് ആയിരുന്നു നമ്മൾ ഇത്. പിന്നെ ഇങ്ങനെ കല്ല് രൂപപ്പെടാൻ, ഗോൾഡ് സ്റ്റോൺ കല്ല് ഇങ്ങനെ രൂപപ്പെടുവാൻ നമ്മുടെ ജീവിതശൈലി എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടാവും? നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതായത് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഫുഡ്, അതായത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, നമ്മുടെ കാലറീസ് കൂടുതലായിട്ടുള്ളതും ഫാറ്റ് കൂടുതലായിട്ടുള്ളതും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായിട്ടുള്ളതും ഉള്ള ആ ഒരു അതേപോലെ ഈ ഫൈബർ, അതായത് നമ്മുടെ ഡയറ്ററി ഫൈബർ, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന നാരിൻ്റെ പദാർത്ഥങ്ങളുള്ള അത് കുറയാനുള്ള സാഹചര്യം വരുവാണെങ്കിലും ഈ കൊളസ്ട്രോൾ കൂടുതൽ അബ്സോർപ്ഷൻ വരും. കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷൻ കൂടുകയും രക്തത്തിലും ബയലിലുള്ള കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുകയും കൂടാതെ ഈ സ്റ്റോൺസ് രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡയറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് വരാതിരിക്കാൻ അത് വളരെ നല്ലതാണ്. കൂടാതെ നമ്മുടെ ആ ഒരു ഒബിസിറ്റി നമ്മൾ ആ ഒരു ഇത് പ്രിവെൻറ്റ് ചെയ്യണം. അത് നമ്മൾ ഡയറ്റായാലും എക്സസൈസായാലും കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ലീൻ ബോഡി വെയ്റ്റ് അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫിൻ്റെ ജീവിതശൈലി ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാം. അതെ. ഓക്കെ, സി മാം, നമ്മൾ ഈ റീസെൻ്റ് ആയിട്ട് ഇതുപോലുള്ള ഗോൾഡ് സ്റ്റോണിൻ്റെ ഈ കേസ് ഒരു കൂടുതലായിട്ട് കാണാനൊരു കണ്ടെത്തും. ഇപ്പോൾ മാഡത്തിൻ്റെ ഒപ്പിയിലൊക്കെ ചില സമയത്ത് പല നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണാറുണ്ട് ഇത്. അങ്ങനെയുള്ള അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ പുതിയ ജനറേഷൻ്റെ ജീവിതശൈലിയാണോ അല്ലെങ്കിൽ ആ ഡയറ്റാണോ, അതായിരിക്കും അതിൻ്റെ പ്രധാന കാരണം? അതിന് നല്ല റിലേഷൻ ഉണ്ട്, അതിനൊരു സ്ട്രോങ് റിലേഷൻ തന്നെയുണ്ട്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വരാതെ, ഏതൊരു അസുഖവും വരാതെ നോക്കുന്നതാണല്ലോ. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ? അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും. മാം, നമ്മളിപ്പം നേരത്തെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിലിപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതെ, ഞാൻ ഇൻഡിക്കേഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അങ്ങനെ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി വഴി, കീഹോൾ വഴി കോളിസിസ്റ്റക്ടമിയാണ്. അതായത് പിത്തസഞ്ചി റിമൂവ് ചെയ്യുന്ന ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഇതിന്. അതൊരു കോംപ്ലിക്കേറ്റഡ്
ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണോ? അല്ല, അത് റൂട്ടീനായിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ്. ലാപ്രോസ്കോപ്പിക്കലി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡൗൺ ടൈം, അതായത് റിക്കവറി ടൈം നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. ഓക്കെ. ഹോസ്പിറ്റൽ, അതായത് നമ്മളിപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് എത്ര ദിവസം വേണ്ടി വരും? അതിൻ്റെ റിക്കവറി ടൈം എത്രയായിരിക്കും? 2 to 3 days. റിക്കവറി ടൈമും, അതായത് നമ്മൾ ഒരു റുട്ടീൻ ആക്ടിവിറ്റി എല്ലാം രോഗിക്ക് ആ ഒരു ഇമീഡിയറ്റ് പോസ്റ്റ് ഓപ്പ് തന്നെ ചെയ്യാൻ പറ്റും. അതായത് നടക്കാനും കാര്യങ്ങൾ, റുട്ടീൻ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എല്ലാം ഇമീഡിയറ്റ്ലി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 2 to 3 days ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാവും. അതിനുശേഷവും റെഗുലർ ആക്ടിവിറ്റീസിനൊന്നും തടസ്സമൊന്നുമില്ല. ഓക്കെ. ഇത് ഇങ്ങനെ റിമൂവ് ചെയ്ത് ഞാൻ നേരത്തെ മാഡത്തോട് ഈ ഒരു ഡൗട്ട് ചോദിച്ചത്, നമുക്കുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ്, ഇപ്പോൾ ശരീരത്തിലൊരു ഏത് ചെറിയൊരു ഓർഗൻ പോയി കഴിഞ്ഞാലും ഒന്ന് സൈക്കോളജിക്കലായിട്ട് പേഷ്യൻറ്റിന് ഒരു ഇതുണ്ടാവും. രണ്ടാമെന്ന് വെച്ചാൽ അത് നമ്മൾ ആ ഓർഗൻ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ അത് കുറയുകയാണെങ്കിൽ അതെങ്ങനെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും ബോഡിയിൽ? അത് ലിവറിൽ തന്നെ ഈ ഒരു പിത്തം രൂപപ്പെടുകയും അതിൻ്റെ ഒരു ഫോർമേഷനും അത് താഴേക്ക് ഭക്ഷണത്തിനോട് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് കുഴലിലൂടെ വരുന്നതും അതിൽ ആ ഒരു പ്രക്രിയയൊന്നും ഇത് ഈ ഒരു റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ബാധിക്കുന്നില്ല. ഒരു ടെമ്പററി സ്റ്റോറേജ് ഓർഗൻ എന്നുള്ള രീതിയിൽ മാത്രമേ പിത്തസഞ്ചിക്ക് ഒരു ഫംഗ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഈ നമ്മുടെ ഒരു ജീവിതത്തെ ഇത് അങ്ങനെ ആ ഒരു രീതിയിൽ ബാധിക്കുന്നില്ല. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് പിത്താശയത്തിലെ കല്ല്, അത് രൂപപ്പെടുന്നത് എങ്ങനെ, അത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അത് ഏത് രീതിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ വളരെ വിശദമായിട്ട് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ഡോക്ടർ ആരതി രാകേഷ് സംസാരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.